Hi friends, welcome back to EYESOPEN. അപ്പോൾ നിങ്ങൾ ആ ഇൻട്രോയിൽ കണ്ട പോലത്തെ ആ ഒരു ഫ്ലെയർ ട്രാൻസിഷൻ എങ്ങനെയാണ് VN വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ് ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്തു, അതിനകത്ത് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എൻഡിങ് എടുത്തിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് വയ്ക്കുവാണ്. ഓക്കെ, സൂം ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇമേജ് സെലക്ട് ചെയ്യാം. അടുത്ത ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെയും ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സൂം ചെയ്ത് വയ്ക്കാം. സൂം ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൂം ഇൻ സൂം ഔട്ട് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് സെറ്റായി. ഇപ്പോൾ നമുക്കൊരു നോർമൽ സൂം ഇൻ സൂം ഔട്ടായിട്ടുള്ളൊരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു കർവ് ആഡ് ചെയ്യണം, എങ്കിലേ ഈ സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആ ഒരു കീ ഫ്രെയിമുകളെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു കർവ്, ഇവിടെ ഒരു കർവ് ഞാൻ ആഡ് ചെയ്യുവാണ്. ഈ ഒരു കർവാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കർവാണ് ഞാൻ ആഡ് ചെയ്തത്. അടുത്ത രണ്ടാമത്തെ ഇമേജിലും ആ കീ ഫ്രെയിമുകളുടെ സെൻട്രലായിട്ട് റോളർ വെച്ചിട്ട് ആ കർവ്, സെയിം കർവ് തന്നെ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോവുക. എഫക്ട്സിൽ പോയിട്ട് അതിനകത്ത് ഈ ഒരു സ്ലൈഡ് റൈറ്റ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 70 സെക്കൻഡ്സ് ലെങ്ത്തിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അതും കഴിഞ്ഞു. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ക്ലിപ്പിലും ആഡ് ചെയ്യുന്നത് കേട്ടോ. അതും അതേ 70 സെക്കൻഡ്സ് വെച്ച് കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ മെയിനായിട്ടുള്ള നമ്മളുടെ ഫ്ലെയർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് റോളർ ആ ഒരു സെൻട്രലായിട്ട് കൊണ്ടുവയ്ക്കുവാണ്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഓവർലേ നമ്മളുടെ ടെലഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓവർലേ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഗാലറിയിൽ നിന്ന് ആ ഒരു ഫ്ലെയർ ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ സ്ക്രീനിലൊന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ലൈറ്റ് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയർ വരുന്ന, കൂടുതലായിട്ട് ആ ഫ്ലെയർ വരുന്ന ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നല്ല ഫ്ലെയർ ഉണ്ട്. ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കി ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു ട്രാൻസിഷൻ രണ്ട് ഇമേജുകളായിട്ട് മുട്ടുന്ന ആ ഒരു ഭാഗത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ആ ഒരു ഓവർലേ സെലക്ട് ചെയ്തിട്ട് നേരെ ഇവിടെ താഴെ ഈ കാണുന്ന ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ആക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കറക്റ്റ് ആ ഒരു രണ്ടും വന്ന് ചേരുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലെയർ വെച്ച് കൊടുക്കാം. ഓക്കെ, ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ആദ്യത്തെ ആ ഒരു ഇമേജ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിതാ ഇവിടെ മോഷനുണ്ട്, മോഷൻ ആഡ് ചെയ്യുക. അതായത് ഒരു സൂം ഇന്നായി വരുന്ന ഒരു മോഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഉള്ളത് തന്നെയാണ്, ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ആ ഒരു മോഷൻ രണ്ടാമത്തെ ക്ലിപ്പിൽ ഞാൻ കൊടുക്കുന്നത് ഒരു സൂം ഔട്ടായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മളുടെ ഫൈനൽ റിസൾട്ടായിട്ടുള്ള ട്രാൻസിഷൻ റെഡിയാവും. മെയിനായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോസിലും അതുപോലെ തന്നെ MP4 എഡിറ്റുകളിലൊക്കെ യൂസ് ചെയ്യാം. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റ് മോഷനിലൊക്കെ ചെയ്യാം. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടും. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമെന്ന് പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ബൈ.